വിവാഹിതരാവാതെയും ഗർഭിണികളാകാതെയും മെറ്റേണിറ്റി ലീവ് അതായത് പ്രസവാവധി ലഭിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ അതറിയണമെങ്കിൽ ഇത് മുഴുവൻ കേട്ടാലേ മനസ്സിലാകൂ. തൊഴിലാളി എന്ന നിലയിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അവകാശങ്ങളുമുണ്ട്. അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിയമങ്ങളും നിലവിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ നടപ്പിലാക്കേണ്ടത് ഏതൊരു തൊഴിൽദാതാവിൻ്റെയും കടമയുമാണ്. ഇങ്ങനെ നടന്നില്ല എങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കാനും കഴിയും, പ്രത്യേകിച്ച് മെറ്റേണിറ്റി ലീവ് പോലുള്ളവ. എന്താണ് മെറ്റേണിറ്റി ലീവെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ എടുക്കാവുന്ന അവധിയാണ് ഈ മെറ്റേണിറ്റി ലീവ്. പ്രസവം കഴിഞ്ഞാണ് പൊതുവെ ഈ അവധി നൽകാറുള്ളത്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലീവ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമാണോ ലഭിക്കുന്നത്? അവിവാഹിതകളായ ഗർഭിണികൾക്ക് ലഭിക്കുമോ? കുഞ്ഞുങ്ങളെ ദത്തെടുത്താൽ ലീവ് ലഭിക്കുമോ? തുടങ്ങിയ കാര്യങ്ങൾ അറിയണ്ടേ? അതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2017 മെറ്റേണിറ്റി ബെനിഫിറ്റ് ബില്ല് പ്രകാരം മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ സുപ്രധാന മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നേരത്തെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് 12 ആഴ്ച അല്ലെങ്കിൽ 3 മാസമായിരുന്നു ലീവ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം 26 ആഴ്ച അതായത് 6 മാസത്തെ അവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരിയായ സംരക്ഷണത്തിനും പരിചരണത്തിനും വേണ്ട അവസരമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ലീവ് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് മുഴുവൻ ശമ്പളവും നൽകണമെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ തൊഴിൽ നിയമങ്ങൾ പ്രകാരം വിവാഹിത അവിവാഹിത എന്ന വേർതിരിവില്ലാതെ മെറ്റേണിറ്റി ലീവ് നൽകണമെന്നാണ്. ഈ നിയമത്തിന് കീഴിൽ വരുമ്പോൾ വിവാഹം ഒരു പ്രശ്നമാകുന്നുമില്ല. കാരണം ഈ നിയമം ഗർഭിണികൾക്കും ശിശു സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ്. അതിനാൽ അവിവാഹിതരായ സ്ത്രീകൾക്കും 26 ആഴ്ചത്തെ പ്രസവാവധി ലഭിക്കും. അവധിയെടുക്കുന്ന 6 മാസത്തെയും ശമ്പളം 1 രൂപ പോലും കുറയാതെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ സർക്കാർ ഓഫീസുകളിലാണോ സ്വകാര്യ കമ്പനിയിലോ ജോലി ചെയ്യുന്നത് എന്നത് മെറ്റേണിറ്റി ലീവിനെ ബാധിക്കുന്ന കാര്യമേയല്ല. ഏത് സ്ഥാപനത്തിലെയും ജീവനക്കാരായ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് നൽകണമെന്നാണ് നിയമം. 10 അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടുത്തെ ജീവനക്കാരായ സ്ത്രീകൾക്ക് മുഴുവൻ ശമ്പളത്തോടെ മെറ്റേണിറ്റി ലീവ് നൽകണം. എന്നാൽ 10ൽ കുറവ് തൊഴിലാളികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ലീവ് അനുവദിക്കേണ്ട ആവശ്യം വരുന്നില്ല. 2ൽ കൂടുതൽ കുട്ടികളും നിയമങ്ങളുമുണ്ട്. 2ൽ കൂടുതൽ കുട്ടികളുള്ളവരിൽ മെറ്റേണിറ്റി നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രസവത്തിന് 26 ആഴ്ച ശമ്പളത്തോടെയുള്ള ലീവ് നൽകും. എന്നാൽ നിങ്ങളുടെ 3ാമത്തെ പ്രസവമാണെങ്കിൽ 12 ആഴ്ച മാത്രമായിരിക്കും ലീവ് നൽകുക. ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ്: പ്രസവത്തിന് മുമ്പുള്ള 80 ദിവസം ഈ സ്ത്രീ ജോലി ചെയ്തിരിക്കണം. ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രസവാവധി ലഭിക്കുകയുള്ളൂ. 2, കുട്ടികളെ ദത്തെടുക്കുന്ന സ്ത്രീകൾക്കും പ്രസവാവധി എടുക്കാനുള്ള അവകാശമുണ്ട്. 3, വാടക ഗർഭധാരണത്തിലൂടെ സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകിയാൽ നവജാത ശിശുവിനെ അതിൻ്റെ മാതാപിതാക്കൾക്ക് കൈമാറിയ തീയതി മുതലുള്ള 26 ആഴ്ച വരെ ആ സ്ത്രീക്ക് പ്രസവാവധി നൽകേണ്ടതുമാണ്.